ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവീസ് ഫൈനാൻഷ്യൽ ഫോക്കസ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന റിട്ടേൺ ഓൺ അസറ്റ്സ് എന്താണെന്നുള്ളതാണ്. റിട്ടേൺ ഓൺ അസറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കമ്പനിക്ക് ഇപ്പം എത്ര സമ്പത്തുണ്ടോ, അസറ്റ്സ് എത്രയുണ്ടോ, അതിൽ നിന്ന് എത്ര പ്രോഫിറ്റ് കമ്പനി ജനറേറ്റ് ചെയ്യുന്നുണ്ടെന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പം ഈ ഒരു മെട്രിക്സ് നമുക്ക് മനസ്സിലാക്കാം. ഇത് ഞാൻ സ്ക്രീനറിൽ നിങ്ങളെ മനസ്സിലാക്കാം. നമുക്കൊരു XYZ കമ്പനി എടുക്കാം. അപ്പോൾ ഇത് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ നെറ്റ് ഇൻകം ഓർ നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയും. ഡിവൈഡഡ് ബൈ അതിനെ ടോട്ടൽ അസറ്റ്സ് ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യും. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് സ്ക്രീനറിൽ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. വരും. അപ്പോൾ നമ്മളിത് ആ സ്ക്രീനറിൽ വന്നിരിക്കുന്നു. അപ്പോൾ നമ്മൾ വിപ്രോ ലിമിറ്റഡ് എന്ന് പറയുന്നത് തന്നെ എടുക്കാം, XYZ എടുക്കേണ്ട, നമുക്കിത് എടുക്കാം. അപ്പോൾ നമ്മളിവിടെ വന്നിട്ട് താഴത്തേക്ക് പോകണേ എഡിറ്റ് റേഷ്യോസ് നമ്മൾ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഏതെങ്കിലും റേഷ്യോസ് നമുക്ക് എന്തൊക്കെ വേണോ അതൊക്കെ ഇവിടെ ഇട്ടിട്ട് നമുക്ക് നോക്കാവുന്നതാണ്. ഇപ്പോൾ നമുക്ക് വേണ്ടത് എന്തുകൊണ്ട് നെറ്റ് പ്രോഫിറ്റും ടോട്ടൽ അസറ്റ്സും. അപ്പോൾ നമ്മളിവിടെ ആഡ് ചെയ്ത് കഴിയുമ്പോൾ അത് ആഡ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ താഴത്തേക്ക് വരിക. അപ്പോൾ നമുക്കിവിടെ കാണാം ടോട്ടൽ അസറ്റ്സും നെറ്റ് പ്രോഫിറ്റും. കണ്ടോ, ഇതാണ് നമ്മുടെ ടോട്ടൽ അസറ്റ്സും നെറ്റ് പ്രോഫിറ്റും. താഴെയുണ്ട് നെറ്റ് പ്രോഫിറ്റ്. ഇനിയിപ്പോൾ ഈ റിട്ടേൺ ഓൺ അസറ്റ്സ് ഇവിടെ കാണിക്കുന്ന എല്ലാം തെറ്റാട്ടോ. ഞാൻ മിക്ക കമ്പനിയുടെ നോക്കി. അപ്പോൾ നമ്മൾ എപ്പോഴും കാൽക്കുലേറ്റ് ചെയ്തിട്ട് തന്നെ നോക്കുക കേട്ടോ. ഇവിടെ അത് അപ്ഡേറ്റ് ആയിട്ടില്ല. ഇവിടെ റിട്ടേൺ ഓൺ അസറ്റ്സ് തെറ്റാണ് കാണിക്കുന്നത്. ഇനി ടോട്ടൽ അസറ്റ്സും നെറ്റ് പ്രോഫിറ്റും കറക്റ്റാണ് ഏകദേശം. അപ്പോൾ നമ്മൾ താഴത്തേക്ക് വരുവാണെങ്കിൽ നമുക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസിലേക്ക് വരാം. ഇപ്പം നമ്മൾ അവിടെ കണ്ട പോലെ തന്നെ ഇതേ കണ്ടോ, ട്രെയിലിംഗ് 12 മന്ത്സ് എടുക്കുക. 12,488 crores. ട്രെയിലിംഗ് 12 മന്ത്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 12 മന്ത്സ് പീരീഡ് ലേറ്റസ്റ്റ് അതാണ് എടുക്കുന്നത്. ഇനിയിപ്പോൾ വരാൻ പോകുന്ന ഫൈനാൻഷ്യൽ ഇയർ ഒരെണ്ണം കൂടി വരാനുണ്ടല്ലോ. അപ്പോൾ 4ാമത്തെ ക്വാർട്ടർ വന്നു കഴിഞ്ഞാൽ ടോട്ടലായിട്ട് നല്ലപോലെ നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഇത് 12 മന്ത്സ് ആണ് കറണ്ട്ലി എടുക്കുന്നത്, കറണ്ട് 12 മന്ത്സ്. ഇനിയിപ്പോൾ ബാലൻസ് ഷീറ്റിലേക്ക് പോവുകയാണെങ്കിൽ നമ്മൾ താഴത്തേക്ക് വരുവാണെങ്കിൽ ബാലൻസ് ഷീറ്റ് ഇത് കണ്ടോ, ടോട്ടൽ അസറ്റ്സ് എന്ന് പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. അത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് കാൽക്കുലേറ്ററിൽ നോക്കാം. അപ്പോൾ നമ്മൾ കാൽക്കുലേറ്റർ വരുമ്പോൾ നോക്കൂ, 12,488 ആണ് നെറ്റ് പ്രോഫിറ്റ്. നമ്മൾ കണ്ട പോലെ തന്നെ ഡിവൈഡഡ് ബൈ 1,25,552 crores ടോട്ടൽ അസറ്റ്സ്. ഇതിനെ നമ്മൾ ഡിവൈഡ് ചെയ്യുന്നു. ഇസിക്വൽ ടു കിട്ടുമ്പോൾ നമുക്ക് 0.09 ആണ് കിട്ടുന്നത്. ഇത് നമ്മളിതിൽ പെർസെൻറ്റേജിൽ കൺവേർട്ട് ചെയ്യണം, ഇൻറ്റു 100 ചെയ്യുക. അപ്പോൾ നമുക്ക് 9.94 കിട്ടും. അപ്പോൾ ഇത് നല്ലൊരു റിട്ടേൺ ഓൺ അസറ്റ് റേഷ്യോ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നല്ലതാണ്. 5ന് മുകളിൽ എല്ലാം നല്ലതാണ്. 5ന് താഴെയാണെങ്കിൽ കുറച്ച് നമ്മൾ സൂക്ഷിക്കണം. ഇനിയിപ്പോൾ ലെസ് ദൻ 1 ആണെങ്കിൽ തീരെ മോശമാണെന്നാണ് അതിൻ്റെ അർത്ഥം. നമുക്കത് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലോസ് ആയി വരുള്ളൂ. അപ്പം 10ന് മുകളിലുള്ള എല്ലാം നല്ലതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ മനസ്സിലായെങ്കിൽ ലൈക്ക്, ഷെയറും സബ്സ്ക്രൈബും കൂടി ചെയ്യണേ.